നമസ്കാരം, രമ്യാസ് മാത്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2018ലെയും 2019ലെയും മോഡൽ എക്സാമിന് വന്നിട്ടുള്ള സർക്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2018ൽ ചോദിച്ചിട്ടുള്ള മോഡൽ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, in the circle shown the chords AQ and BP passes through C. ഇതിനകത്ത് എ ക്യു എന്ന് പറയുന്ന കോഡും ബി പി എന്ന് പറയുന്ന കോഡും സി എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതായത് അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് സി ആണ്. എ ക്യുവും പി ബിയും രണ്ട് കോഡ്സ്. ദെൻ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ എക്സ് ബി ഈസ് 100. എ എക്സ് ബി എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, സർക്കിളിന്റെ സെന്റർ ഇവിടെയാണ് മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതും സെന്ററുമായിട്ട് ജോയിൻ ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി ആണ്. ദെൻ കാൽക്കുലേറ്റ് ക്യൂ. ഇവിടുത്തെ ക്യൂ എന്ന് പറയുന്ന കംപ്ലീറ്റ് ആംഗിൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് പി വൈ ക്യൂ ഈസ് 60 ഡിഗ്രി. അതുപോലെ പി വൈ ക്യൂ എന്ന് പറയുന്ന ആർക്ക് സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആണ്. ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദ ട്രയാംഗിൾ ബി ക്യു സി. ബി ക്യു സി, ഈ ബി ക്യു സി എന്ന് പറയുന്ന ട്രയാംഗിളിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഈ റെഡ് കളർ വരച്ചിരിക്കുന്ന ലൈൻസ് ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നതല്ല, അല്ലാണ്ട് വരച്ചതാണ്. ഏതാണ്? തന്നിരുന്ന ആംഗിൾസിനനുസരിച്ചിട്ട് വരച്ചു ചേർത്തതാണ്. എ എക്സ് ബിയുടെ സെൻട്രൽ ആംഗിൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എയിൽ നിന്നും ബിയിൽ നിന്നും സെന്ററിലേക്ക് വരച്ചിട്ട് 100 ഡിഗ്രി മാർക്ക് ചെയ്തെടുത്തു. അതുപോലെ പി വൈ ക്യൂവിന്റെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി പറഞ്ഞിരുന്നത് കൊണ്ട് പിയിൽ നിന്നും ക്യൂവിൽ നിന്നും സെന്ററിലേക്ക് മാർക്ക് ചെയ്ത് 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ക്യൂ ഇവിടെ കണ്ടുപിടിക്കാനുണ്ട്. അതോടൊപ്പം ബി ക്യു സിയിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം അല്ലെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കണ്ടുപിടിക്കേണ്ട ആംഗിൾസ് ഒന്ന് മാർക്ക് ചെയ്തിടാം. ദേ ബി ക്യു സി എന്ന് പറഞ്ഞ ട്രയാംഗിൾ, ഇവിടത്തെ ആംഗിൾ കണ്ടുപിടിക്കാനുണ്ട്. ദേ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഈ 3 ആംഗിൾസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു 100 ഡിഗ്രി തന്നിട്ടുണ്ടായിരുന്നത് എ എക്സ് ബിയുടെ സെൻട്രൽ ആംഗിൾ ആയിരുന്നു, ആണല്ലോ. അപ്പോൾ എ എക്സ് ബി എന്ന് പറയുന്ന ആർക്ക് സെൻട്രലിൽ 100 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആർക്കിൽ അതിന്റെ ഹാഫ് ആയിരിക്കുമല്ലോ. നോക്കിക്കേ, എയിൽ നിന്നും ബിയിൽ നിന്നും പോകുന്ന ആംഗിൾ ദേ ക്യൂയിലേക്ക് പോകുന്നുണ്ട് അല്ലെ. അപ്പോൾ 100ന്റെ ഹാഫ് ആയിരിക്കും നമ്മുടെ ക്യൂയിൽ വരുന്നത്, 50 ഡിഗ്രി ആയിരിക്കും അല്ലെ. ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ദെൻ ഇനി അടുത്തെന്താണ്? അടുത്തിനി നോക്കേണ്ടത്, അപ്പോൾ ഇവിടെ 50 ഡിഗ്രി കിട്ടി. പിന്നെ പറയുന്നുണ്ട് പി വൈ ക്യൂ 60 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. പി വൈ ക്യൂ എന്ന് പറയുന്ന ആർക്ക് സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ആണെങ്കിൽ നേരെ നോക്കിക്കേ, ഓൾട്ടർനേറ്റ് ആർക്കില് പിയിൽ നിന്നും ക്യൂവിൽ നിന്നും ദേ ഓൾട്ടർനേറ്റ് ആർക്കില് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്നുണ്ട് അല്ലെ. ഈ ബ്ലാക്ക് ലൈൻസ് വന്നിട്ട് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എത്രയായിരിക്കും? സെൻട്രലിൽ 60 ആണെങ്കിൽ ഇവിടെ അതിന്റെ ഹാഫ് ആയിരിക്കും. എത്ര ഡിഗ്രി? 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ സെയിം റീസൺ തന്നെ എവിടെയും എഴുതിക്കോളുക. സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ വരുന്നത് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ദെൻ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആരാണ്? നമുക്കിവിടെ കിട്ടി ഏതാണ്? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ദെൻ ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി കിട്ടി. ഇനി ഒരാളും കൂടെ ഉണ്ടല്ലേ, ദേ ഇവിടുത്തെ ആംഗിൾ, സിയുടെ അവിടുത്തെ ആംഗിൾ, അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം ആവും. അത് കണ്ടുപിടിക്കാൻ എന്താ പാട്? ആംഗിൾസും പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ പോരെ. ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിൾസും കൂടെ കൂട്ടുമ്പോൾ 180 വരണം. അപ്പോൾ നമുക്ക് ഏത് മാത്രം മതി? സി മാത്രം മതി. 50യും 30യും 80. 180യിൽ നിന്നും 80 മൈനസ് ചെയ്താൽ ബാക്കി എത്ര ഡിഗ്രി ആയിരിക്കും വരുന്നത്? 100 ഡിഗ്രി. therefore ആംഗിൾ സി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. അപ്പോൾ ബി ക്യു സിയിലെ എല്ലാ ആംഗിൾസുമായി ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിനകത്തുള്ള ബി സെക്ഷൻ എന്താന്ന് നോക്കാം. ഇതുപോലൊരു ഫിഗർ തന്നിട്ടുണ്ട്, 2 ആർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ പിക്ചർ പ്രൂവ് ദാറ്റ് എ പി സി ഈസ് ഹാഫ് ദ സം ഓഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ എക്സ് സി ആൻഡ് ആർക്ക് ബി വൈ ഡി. നോക്കിക്കേ, പ്രൂഫിനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇൻ ദ പിക്ചർ പ്രൂവ് ദാറ്റ് എ പി സി, ആംഗിൾ എ പി സി ഒന്ന് മാർക്ക് ചെയ്താലോ. എ പി സി ഒന്ന് മാർക്ക് ചെയ്യാം നമുക്ക്. എ എക്സ് സിയുടെ സെൻട്രൽ ആംഗിൾ ഇവിടെയുണ്ട്, ഡി വൈ ബിയുടെ സെൻട്രൽ ആംഗിൾ. ഈ റെഡ് ലൈൻസ് ഇട്ടേക്കുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നതല്ല. അപ്പോൾ അത് എപ്പോഴും ഓർത്തോളുക. നോക്കിക്കേ, പ്രൂവ് ദാറ്റ് എ പി സി, എ പി സി ഈ ആംഗിൾ, എ പി സി എന്ന് പറയുന്ന ഈ ആംഗിൾ എന്താണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്?
ഈസ് ഹാഫ് ദ സം ഓഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ എക്സ് സി ആൻഡ് ആർക്ക് ബി വൈ ഡി. ആ രണ്ട് ആർക്കിന്റെയും സെൻട്രൽ ആംഗിൾസ് ആഡ് ചെയ്താൽ അതിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആരുടെയൊക്കെ സെൻട്രൽ ആംഗിൾ ആണ്? എ എക്സ് സിയുടെ സെൻട്രൽ ആംഗിൾ. അതുകൊണ്ടാണ് എയിൽ നിന്നും സിയിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് ലൈൻ വരച്ചിട്ടേക്കുന്നത്. ഈ പോയിന്റ് സർക്കിളിന്റെ സെന്റർ ആണ്. അപ്പോ ഈ ആംഗിളും ദെൻ ഡി വൈ ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബി വൈ ഡി എന്ന് പറയുന്ന ആർക്ക് സെൻട്രലി ഫോം ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ ഇതാണല്ലോ. ഈ രണ്ട് ആംഗിൾസും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ ഹാഫ് എടുക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നതെന്ന് എ പി സി എന്ന് പറയുന്ന ആംഗിൾ ഫോം ചെയ്യുന്നതെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് അല്ലെ. ആംഗിൾസിന്റെ മെഷർ ഒന്നും നമുക്കില്ല. അപ്പൊ ഇല്ലാത്ത മെഷറിനെ നമുക്ക് എന്തായിട്ട് എടുക്കാൻ അറിയാം? എക്സും വൈയും യൂസ് ചെയ്യാൻ അറിയാമല്ലോ. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായിട്ട് എടുക്കുക? ഇതില് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ആംഗിള് ഈ രണ്ടുപേരുടെയും ഹാഫ് ആണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ ആംഗിളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് സെൻട്രൽ ആംഗിൾ ആണ്, അപ്പോൾ ഡബിൾ ആയിരിക്കും അല്ലെ. ഹാഫ് എടുക്കുന്നതിനേക്കാൾ ഈസി ഡബിൾ എടുക്കുന്നതല്ലേ. അതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കാം? 2x എന്ന് കൊടുക്കാം. ഇതും സെൻട്രൽ ആംഗിൾ ആണ്, അതും അറിയില്ല, അതുകൊണ്ട് 2y എന്ന് കൊടുക്കാം. രണ്ടും ഈക്വൽ ആയിരിക്കുമോ? അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ 2x ആയിട്ടും ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ 2y ആയിട്ടും എടുക്കുക. ഓക്കെ, ദെൻ ഇനി ഒന്ന് നോക്കിക്കേ. സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ ഓപ്പോസിറ്റ് ഓൾട്ടർനേറ്റ് ആർക്കിൽ വരുന്ന കാര്യം. അപ്പോൾ ഇവിടെ എ എക്സ് സിയുടെ സെൻട്രൽ ആംഗിൾ 2x ആണെങ്കിൽ എയിൽ നിന്നും സിയിൽ നിന്ന് അതേ നോക്കിക്കേ, സിയിൽ നിന്നും ഇങ്ങോട്ട് ലൈൻ ഉണ്ട്, എയിൽ നിന്ന് പക്ഷേ ലൈൻ ഇല്ല അല്ലേ. അപ്പൊ ഡോട്ട് ഇട്ട് ഞാനൊരു ലൈൻ കൂടെ വരയ്ക്കാം. ഓക്കെ, ഇനി നോക്കിക്കേ, എ എക്സ് സി എന്ന് പറയുന്ന ആർക്ക് സെൻട്രലില് 2x ഡിഗ്രി ഫോം ചെയ്യുന്നുവെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഇവിടെ എത്രയായിരിക്കും ഫോം ചെയ്യുന്നത്? x ഡിഗ്രി ആയിരിക്കും, അതിന്റെ ഹാഫ് ആയിരിക്കും ആണല്ലോ. അതുപോലെ നമുക്ക് ഇവിടെ നോക്കാം. ഇതല്ലേ ഇനി തന്നിട്ടുള്ളത്. ബി വൈ ഡിയുടെ സെൻട്രൽ ആംഗിൾ നമ്മൾ 2y ആയിട്ട് എടുത്തു. അപ്പൊ നോക്കിക്കേ, ബിയിൽ നിന്നും ഡിയിൽ നിന്നും എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോന്ന്? ബിയിൽ നിന്നും ഡിയിൽ നിന്നും ഇങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പൊ ആ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇവിടെ 2y ആണെങ്കിൽ ഇവിടെ അതിന്റെ നേരെ ഹാഫ്. ആ ആർക്കിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്ന് നമുക്ക് വേണ്ടത് ഇങ്ങോട്ടാണ് അല്ലെ. അപ്പൊ ആ ഭാഗത്തോട്ട് നമ്മൾ അതിനെ മാപ്പ് ചെയ്തെടുക്കുക. അങ്ങോട്ടേക്ക് പോയി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ അതിന്റെ ഹാഫ് ആയിട്ടും ഇവിടെ 2y ആണെങ്കിൽ ഇവിടെ അതിന്റെ ഹാഫ് ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ ആംഗിൾ നോക്കുമ്പം ശ്രദ്ധിക്കുക, ബിയിൽ നിന്നും ഡിയിൽ നിന്നും സെന്ററിലേക്ക് റെഡ് ലൈൻ ആണ് വരച്ചിരിക്കുന്നത്. അപ്പോ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഈ ബ്ലാക്ക് ലൈൻ ആണ്, കണ്ടല്ലോ. ഇതാണ് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിൾ എവിടെ കിടപ്പുണ്ട്? ദേ ഇവിടെ കിടപ്പുണ്ട് അല്ലെ. രണ്ട് രീതിയിൽ ഇതിനെ പറയാം. ദാറ്റ് മീൻസ് ഇവിടെ നോക്കിക്കേ, അകത്ത് രണ്ട് ആംഗിൾസ് ഉണ്ട്, എക്സും വൈയും, പിന്നെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ, എക്സ്റ്റേണൽ ആംഗിൾ. എന്താണ് അവിടുത്തെ ഒരു ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ്റ്റീരിയർ ആംഗിൾ. ഈ ഒരു വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിൾ എങ്ങനെയായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള ആംഗിൾസിന്റെ സം ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. x+y ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അത് ഓർമ്മയില്ല എന്ന് വിചാരിക്കുക. ട്രയാംഗിളില് ഇത് എക്സ് ആയിട്ടും ഇത് y ആയിട്ടും തന്നിട്ടുണ്ട്. നമുക്ക് ഇത് കണ്ടുപിടിക്കാനുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? x+y വരും. അപ്പോൾ ഇനി ബാക്കി എത്ര കണ്ടുപിടിക്കണം? ബാക്കി എത്രയാണ്? 180 നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. 180 നിന്നും x+y സബ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും ദേ ഇവിടെ വരുന്നത് 180 മൈനസ് x+y. ലീനിയർ പെയറിൽ ഇത് രണ്ടുപേരും. ഇവിടെ 180 മൈനസ് x+y ആണെങ്കിൽ ബാക്കി എത്രയായിരിക്കും ഇപ്പുറത്ത് വരുന്നത്? x+y. ഓർക്കുന്നുണ്ടോ? ഇവിടെ x+y വന്നാൽ ഇപ്പുറത്ത് 180 മൈനസ് x+y എഴുതാമെങ്കിൽ 180 മൈനസ് x+y വരുമ്പോൾ അപ്പുറത്ത് എന്തായിട്ട് എഴുതാം? x+y ആയിട്ട് എഴുതാം. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് അവിടെ എക്സ്റ്റീരിയർ ആംഗിൾ എത്രയേ കിട്ടത്തുള്ളൂ? എന്താ? x+y ആയിട്ട് നമ്മുടെ ഔട്ടർ ആംഗിൾ കിട്ടുള്ളൂ അല്ലേ. x+y ആയിരിക്കും നമ്മുടെ എ പി സി ആ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷന്റെ ആംഗിൾ. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ക്വസ്റ്റ്യനിൽ പറഞ്ഞതനുസരിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ? നമുക്ക് വേണ്ടിയിരുന്ന എന്തായിരുന്നു? ഈ സെൻട്രൽ ആംഗിളിന്റെ സമ്മിന്റെ ഹാഫ് ആണെന്ന് അല്ലെ. സെൻട്രൽ ആംഗിൾസ് ഏതൊക്കെയായിരുന്നു? 2x-ഉം 2y ആണ് നമ്മൾ എടുത്തത്. ഒന്ന് ആഡ് ചെയ്തേ, 2x + 2y. എന്നിട്ട് അതിന്റെ ഹാഫ് ഒന്ന് എടുത്തേ. രണ്ടുപേർക്കും 2 കോമൺ ആയിട്ടുണ്ട്. അപ്പൊ 2 × x+y ഹോൾ ഡിവൈഡഡ് ബൈ 2 എഴുതാമല്ലോ. 2 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? x+y. എന്താ ചെയ്തേ?
2x-ഉം 2y-യും ആഡ് ചെയ്തിട്ട് ഹാഫ് എടുത്തു, സമ്മ് കണ്ടുപിടിച്ചിട്ട് ഹാഫ് എടുത്തു. ഇവിടെ നോക്കിക്കേ, ഇറ്റ് ഈസ് ദ ഹാഫ് ദി സം ഓഫ് ദി സെൻട്രൽ ആംഗിൾ അല്ലേ. സെൻട്രൽ ആംഗിളിന്റെ സമ്മിന്റെ ഹാഫ് ആണ് ദേ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ അല്ലേ. നമ്മുടെ x+y മീൻസ് ഏതാണ് നമ്മുടെ ആംഗിൾ? ആംഗിൾ APC. ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് AXBയുടെ എന്താ സെൻട്രൽ ആംഗിളും DYB അല്ലെങ്കിൽ BYDയുടെ സെൻട്രൽ ആംഗിളിന്റെയും സമ്മിന്റെ ഹാഫ്. അപ്പോൾ നമുക്ക് വേണ്ട പ്രൂഫുമായി എന്തായിരിക്കും, അത് രണ്ടും കൂടെ സമ്മ് ചെയ്തിട്ട് ഹാഫ് എടുക്കുന്നത് തന്നെ ആയിരിക്കും നമ്മുടെ APC എന്ന് പറയുന്ന ആംഗിൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, draw a circle with radius 4 cm and draw a triangle with two of its angles 65 degree and 78 degree and all vertices on the circle. വരയ്ക്കാൻ അറിയാലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നിരിക്കുന്ന റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. ഇനി നമുക്ക് വേണ്ട ട്രയാങ്കിളിൽ എത്രയാണോ റേഡിയസ് വേണ്ടത് അതിന്റെ ഡബിൾ എടുത്തിട്ട് എവിടെ മാർക്ക് ചെയ്യണം? ആംഗിള് സെന്ററിൽ മാർക്ക് ചെയ്യണം അല്ലെ ആംഗിള്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു റേഡിയസ് വരയ്ക്കണം. നമുക്ക് 4 സെന്റിമീറ്ററിലെ സർക്കിൾ വരച്ചിട്ട് അതിലൊരു റേഡിയസ് മാർക്ക് ചെയ്യുക. അതിനകത്ത് നമുക്ക് വേണ്ടത് 65 ഡിഗ്രി ട്രയാങ്കിളിൽ വേണമെങ്കിൽ 65ന്റെ ഡബിൾ എത്രയാണ്? 130 ഡിഗ്രി. ആദ്യം സെന്ററിൽ ആ റേഡിയസിൽ നിന്ന് 130 ഡിഗ്രി മാർക്ക് ചെയ്യണം അല്ലെ. 130 ഡിഗ്രി. ദെൻ അടുത്ത് വേണ്ടത് എത്ര ഡിഗ്രിയാണ്? 78 ഡിഗ്രി വേണം. 78 ഡിഗ്രി നമ്മുടെ ട്രയാങ്കിളിൽ വേണമെങ്കിൽ സർക്കിളിന്റെ സെന്ററിൽ എത്ര വേണം? അതിന്റെ ഡബിൾ വേണം അല്ലെ. സെൻട്രൽ ആംഗിൾ ഡബിൾ ആണ്. അപ്പോ 156 ഡിഗ്രി വേണം. അത് എവിടെ നിന്ന് മെഷർ ചെയ്യും? ഇവിടെ നിന്നാണോ ഇനി 156 വേണ്ടത്? അല്ല, നമ്മൾ ഇപ്പൊ നിർത്തിയത് ഇവിടെയാണ്. ഇവിടെ മുതൽ 156 എടുത്തിട്ട് മാർക്ക് ചെയ്യിക്കുക. 156 ഡിഗ്രി. ഇനി ബാക്കി മെഷേഴ്സിന്റെ ആവശ്യമില്ല, നമുക്കത് ഓട്ടോമാറ്റിക്കലി എത്രയാണോ വരുന്നത് അത് ആര് വരച്ചാലും അതേ വരത്തുള്ളൂ. എത്രയായിരിക്കും? 65ഉം 78ഉം കൂടെ ആഡ് ചെയ്തിട്ട് 180ൽ നിന്ന് മൈനസ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരുന്നത്. അല്ലെങ്കിലോ 360ൽ നിന്നും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് മൈനസ് ചെയ്യുന്നതായിരിക്കും വരുന്നത്. എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ട്രയാങ്കിളിന് ആവശ്യമായിട്ടുള്ള 3 വെർട്ടക്സസും കിട്ടി. ഏതൊക്കെയാണ് വെർട്ടീസസ്? ABC ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേരെങ്കിൽ ഇനി എന്ത് ചെയ്യിപ്പിച്ചാൽ മതി? എയും ബിയുമായിട്ടും എയും സി ദെൻ AB ഇത് ജോയിൻ ചെയ്യിപ്പിച്ചെടുത്താൽ നമ്മുടെ ട്രയാങ്കിൾ റെഡിയായി. ട്രയാങ്കിൾ ഇവിടത്തെ 130 ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഇത് ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? അതിന്റെ ഹാഫ് എത്ര? 65 ഡിഗ്രി. ദെൻ ഇവിടെ 156 ഉണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ B എത്രയായിരിക്കും എന്ന് നോക്കിക്കേ. എവിടെയാണ് നമുക്ക് 156 കിട്ടിയത്? 78ന്റെ ഡബിൾ അല്ലേ. അപ്പോൾ ഇവിടെ 78 ആയിരിക്കും. നോക്കിക്കേ, 3 വേർട്ടീസസും സർക്കിളിലാണ്, 2 ആംഗിൾസ് 65ഉം 78 ഡിഗ്രിയും വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് 2018 വന്നിട്ടുള്ള മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഫിഗറിൽ O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. ദെൻ ആംഗിൾ A ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇവിടെ ആംഗിൾ A 60 ഡിഗ്രി തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? BODയും ആംഗിൾ Cയും കണ്ടുപിടിക്കാനുണ്ട്. BOD മീൻസ് എന്താണ്? അതൊന്ന് ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. എന്താ ഇത്? നമ്മുടെ സെൻട്രൽ ആംഗിൾ ആണല്ലേ. BCDയുടെ സെൻട്രൽ ആംഗിൾ ആണ്. എത്രയായിരിക്കും? ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര വരും? അതിന്റെ നേരെ ഡബിൾ വരും അല്ലേ. നമ്മുടെ BCD എന്ന് പറയുന്ന ആർക്കിൽ നിന്ന് പോകുന്ന സെൻട്രൽ ആംഗിളും ഓൾട്ടർനേറ്റ് ആർക്കിൽ പോകുന്ന ആംഗിളും ആണ്. അപ്പോൾ അത് എന്തായിരിക്കും? ഇവിടുത്തെ നേരെ ഡബിൾ ആയിരിക്കും ഓയിൽ വരുന്നത്. ദാറ്റ് ഈസ് 120 ഡിഗ്രി. അപ്പോൾ ഇവിടെ BOD കിട്ടുമല്ലോ, 120 ഡിഗ്രി. ദെൻ ഇനി ആംഗിൾ C വേണം. എവിടെ ആംഗിൾ C? ദേ ഇവിടെ അല്ലേ. എവിടെ നിന്നാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്? Bയിൽ നിന്നും Dയിൽ നിന്നും മാർക്ക് ചെയ്തിട്ട് ആംഗിൾ C കണ്ടുപിടിച്ചെടുക്കാനുണ്ട്. എത്ര ഡിഗ്രി ആയിരിക്കും ആംഗിൾ C? എങ്ങനെയാണ് നോക്കിക്കേ, ഇത് A എന്ന് പറയുന്നത് BAD എന്ന് പറയുന്ന ആർക്കിലും C BCD എന്ന് പറയുന്ന ആർക്കിലും വരുന്നതാണ്. ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾസ് സപ്ലിമെന്ററി ആണ് അല്ലെ. ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾസ് സപ്ലിമെന്ററി മീൻസ് ഇവിടെ 60 ഡിഗ്രി വന്നാൽ ഇവിടെ എത്രയായിരിക്കും വരുന്നത്? 180ൽ നിന്നും 60 ഡിഗ്രി മൈനസ് ചെയ്യുക. 180ൽ നിന്നും 60 ഡിഗ്രി മൈനസ് ചെയ്താൽ ബാക്കി എത്രയാണ് വരുന്നത്? 180 മൈനസ് 60 ഡിഗ്രി ദാറ്റ് ഈസ് 120 ഡിഗ്രി ആയിരിക്കും ആംഗിൾ C. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഇതുപോലൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3.5 സെന്റിമീറ്റർ
3.5 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. Draw a triangle of angles 50 degree, 60 degree, 70 degree with its vertices as the points on the circle. എന്താണ് സർക്കിളിൽ പോയിന്റ്സ് ആയിട്ട് വരത്തക്ക രീതിയിൽ 50, 60, 70 ഡിഗ്രി ആംഗിൾ വരുന്നതുമായിട്ടുള്ള ട്രയാങ്കിൾ മേക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ 3.5 സെന്റിമീറ്റർ റേഡിയസിലുള്ള ഒരു സർക്കിൾ വരയ്ക്കുക. ആദ്യത്തെ റേഡിയസ് വരയ്ക്കുക. ട്രയാങ്കിളിൽ 50 ഡിഗ്രി വേണം അല്ലേ? ട്രയാങ്കിളിൽ 50 വേണമെങ്കിൽ നമുക്ക് എത്ര ഡിഗ്രി വേണം? 50യുടെ ഡബിൾ 100 ഡിഗ്രി. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം 100 ഡിഗ്രി മാർക്ക് ചെയ്തെടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? 50 ഡിഗ്രിക്ക് വേണ്ടിയിട്ട്. പിന്നെ വരേണ്ടത് എത്ര ഡിഗ്രി? 60 ഡിഗ്രി വേണമെങ്കിൽ 60യുടെ ഡബിൾ എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രി. ഇവിടെ നിന്നിട്ട് 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. 120 ഡിഗ്രി. ദെൻ ബാക്കി എന്തായാലും എത്ര തന്നെ ആയിരിക്കും വരുന്നത്? 70യുടെ ഡബിൾ 140 ഡിഗ്രി തന്നെ ആയിരിക്കും നമുക്ക് ബാക്കി വരുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് വോർട്ടീസസ് ജോയിൻ ചെയ്തേപ്പിക്കുക. ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടും. ട്രയാങ്കിളിൽ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ എ ബി സി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ആംഗിളും കൂടിയിട്ടൊന്ന് എഴുതാം കേട്ടോ. ഇവിടെ എ എത്രയായിരിക്കും? 140യുടെ നേരെ ഹാഫ് അല്ലേ? 70 ഡിഗ്രി. അതുപോലെ ബി എത്രയായിരിക്കും? 100ന്റെ നേരെ ഹാഫ് ദാറ്റ് ഈസ് 50 ഡിഗ്രി. സി എത്രയായിരിക്കും? 120യുടെ നേരെ ഹാഫ് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും, അതായത് 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും 2019 ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, in the figure CD are points on the circle, AD is the diameter of the circle. ഇവിടെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുള്ളത്. CD are points on the circle. സിയും ഡിയും സർക്കിളിലെ പോയിന്റ്സ് ആണ്. Then AD is the diameter of the circle. AD, D സർക്കിളിന്റെ സെന്റർ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ AD is the diameter of the circle. Then angle C is equal to 30 degree. Angle C is equal to 30 degree. ഇവിടെ angle C 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ B എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ AB is equal to 4 സെന്റിമീറ്റർ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. A, B, C, D സർക്കിളിലെ പോയിന്റ്സ് ആയിരുന്നു. ആൻഡ് ACB 30 ഡിഗ്രി ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു? AB എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് സർക്കിളിൽ തന്നിട്ടുണ്ടായിരുന്നത്. AD എന്ന് പറയുന്നത് സർക്കിളിന്റെ ഡയമീറ്റർ ആയിട്ട് തന്നിട്ടുണ്ട്. ദെൻ ആംഗിൾ ഡി കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ആംഗിൾ ഡി നോക്കിക്കേ. ആംഗിൾ ഡി തന്നിരിക്കുന്ന ഏതെങ്കിലും ആംഗിളുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഉണ്ട് അല്ലേ? AB എന്ന് പറയുന്ന കോഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സിയും ഡിയും. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ്. ദെൻ നെക്സ്റ്റ് വൺ ആംഗിൾ ABD. ABD ഇവിടത്തെ ആംഗിൾ അല്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? അതിപ്പോൾ എന്താ പറയുക? എങ്ങനെയായിരിക്കും? നമ്മുടെ AD എന്തായിരുന്നു? ഡയമീറ്റർ ആയിരുന്നു. AD ഇസ് ദ ഡയമീറ്റർ ആയതുകൊണ്ട് B എത്ര ഡിഗ്രി ആയേ പറ്റുള്ളൂ? 90 ഡിഗ്രി അല്ലേ? ഡയമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സെമി സർക്കിൾ ആയിരിക്കും. സെമി സർക്കിൾ ആണെങ്കിൽ സെമി സർക്കിൾ ആംഗിൾ റൈറ്റ് ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. therefore ആംഗിൾ B is equal to 90 ഡിഗ്രി. Angle D 30 degree and angle B is equal to 90 degree. Clear ആണല്ലോ? Then next one. In the figure, chords AB and CD intersect at P. ഇവിടെ ABയും CDയും രണ്ട് കോർഡ്സ് Pയിൽ വെച്ചിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. P സെന്റർ ഒന്നും അല്ല, ജസ്റ്റ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. PA is equal to 8 centimeter. PB is equal to 6 centimeter. PC is equal to 4 centimeter. BC is equal to 4 centimeter. Which angle is equal to angle A? ഇവിടെ ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ട് വരുന്നത് ഏത് ആംഗിൾ ആണെന്നാണ്. നോക്കിക്കേ, എക്ക് ഈക്വൽ ആകണമെങ്കിൽ ബിയും ഡിയും ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ BD എന്ന് പറയുന്ന കോഡ് ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് അല്ലെ എ. അപ്പോൾ അതുപോലൊരു ആംഗിൾ ഇവിടെ ഉണ്ടല്ലോ. ആരാണ്? സി. എയും സിയും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എക്ക് ഈക്വൽ ആംഗിൾ സി. റൈറ്റ് വൺ മോർ പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ്. ഇതിനകത്ത് ഒരുപോലെ വരുന്ന ഒരു പെയർ ഓഫ് ആംഗിൾസും കൂടി ഉണ്ട്. അത് ആരാണെന്ന് നോക്കിക്കേ. ഇനി നമുക്ക് ആരെ ജോയിൻ ചെയ്യിപ്പിക്കാം? AC ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് നോക്കിക്കേ. AC എന്ന് പറയുന്ന കോഡ് ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ആണ് നമ്മുടെ ബിയും ഡിയും. ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സെയിം റീസൺ തന്നെ. ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PD. ഇതാ ഇവിടെ PDയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ.
പി ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഏത് പ്രോപ്പർട്ടിയാണ്? സർക്കിളിനകത്ത് രണ്ട് കോർഡ്സ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി പാർട്സ് ആർ ഈക്വൽ. അങ്ങനെ ആവുമ്പോൾ എങ്ങനെ വരും നമുക്ക്? എ പി ഇൻറ്റു പി ബി, എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി, പി സി ഇൻറ്റു പി ഡി അല്ലേ? അവിടെ നമുക്ക് വേണ്ടത് ആരാണ്? പി ഡി ആണ്. Therefore, PD is equal to AP into PB divided by PC. AP into PB divided by PC. എങ്ങനെ വരും? AP 8, PB 6 by PC 4 cm. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സെന്റിമീറ്റർ വരും? 12 സെന്റിമീറ്റർ ആണ് PD യുടെ ലെങ്ത്. PD is equal to 12 cm. ഇനി what is the length of AD? എ ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. എ ഡി നമ്മുടെ കോർഡ്സിന്റെ പാർട്സ് ഒന്നും അല്ല, പക്ഷെ ഈ ഫോം ചെയ്ത് വരുന്ന രണ്ട് ട്രയാങ്കിൾസിലെ ഒരു സൈഡാണ് പി ഡി. ഈ രണ്ട് ട്രയാങ്കിൾസ് എന്ത് ട്രയാങ്കിൾസ് ആണ്? എന്തെങ്കിലും റിലേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ രണ്ട് ട്രയാങ്കിൾസിലും? നോക്കിക്കേ, ഈ ട്രയാങ്കിളിൽ ഒരു സൈഡ് 4 ആയപ്പോൾ അടുത്ത സൈഡ് നമ്മുടെ ഇപ്പുറത്തെ ട്രയാങ്കിളിൽ ഒരു സൈഡ് 8 സെന്റിമീറ്റർ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ 6 വന്നപ്പോൾ ഒരു സൈഡ് 12 വരുന്നുണ്ട് അല്ലേ? ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ ഡബിൾ ആണ് ഈ ട്രയാങ്കിളിന്റെ ഓരോ സൈഡും. 4ന്റെ ഡബിൾ 8 വരുന്നുണ്ട്, 6ന്റെ ഡബിൾ 12 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എന്തേ വരത്തുള്ളൂ? 8 വരത്തുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇത് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണ്, സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഏത് പറയാം? എ പിയും പി സിയും തമ്മിലുള്ള റേഷ്യോ എടുക്കാം. എ പി, ഈ ട്രയാങ്കിളിലെ എ പി എന്ന് പറയുന്ന സൈഡും ഈ ട്രയാങ്കിളിലെ പി സി എന്ന് പറയുന്ന സൈഡും തമ്മിലുള്ള റേഷ്യോ എടുത്താലും ഈ ട്രയാങ്കിളിലെ പി ഡിയും ഇവിടത്തെ പി ബിയും തമ്മിലുള്ള റേഷ്യോ എടുത്താലും ഇവിടത്തെ എ ഡിയും ഇവിടത്തെ ബി സിയും തമ്മിലുള്ള റേഷ്യോ എടുത്താലും എങ്ങനെയാണ്? സെയിം ആണ്. ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഏതാ നമ്മുടെ എ പി? 8 ബൈ പി സി എത്രയാണ്? പി സി 4 സെന്റിമീറ്റർ. AD we have to find out and BC is equal to 4 centimeter. ഇവിടെ നിന്ന് AD ക്രോസ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ എത്ര സെന്റിമീറ്റർ കിട്ടും? AD 8 സെന്റിമീറ്റർ. കണ്ടോ? 4ന്റെ ഡബിൾ തന്നെ ഇവിടെയും കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 5th one. In the figure, angle P is equal to 90 degree. Sides of triangle APC are extended to B and D. If a circle is drawn with AC as its diameter, where will be the position of P with respect to that circle? First question adana, എന്താണ് നോക്കാം നമുക്ക്. If a circle is drawn with AC as its diameter, AC diameter ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ where will be the position of P with respect to that circle? ആ സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് P എവിടെ ആയിരിക്കും വരിക? നോക്കിക്കേ, AC ഡയമീറ്റർ ആയിക്കൊണ്ട് സർക്കിൾ വരച്ചാൽ P സർക്കിളിൽ വരണമെങ്കിൽ P എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. എങ്കിൽ മാത്രമേ വരത്തുള്ളൂ. ആണല്ലോ? P 90 ഡിഗ്രി ആണോ? ആണ്. Therefore എന്തായിരിക്കും? P എന്ന് പറയുന്നത് സർക്കിളിലെ പോയിന്റ് ആയിരിക്കും. ഓക്കെ, then what about the position of P if the circle is drawn with AD as the diameter? ഇതിന് പകരം AD ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ AD ഇതാണ് അല്ലേ? എയും ഡിയും ജോയിൻ ചെയ്ത് AD ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ P എവിടെയായിരിക്കും? P ആ സർക്കിളിൽ വരണമെങ്കിലും P എത്ര ഡിഗ്രി വരണം? 90 ഡിഗ്രി വരണം. കാരണം AD ഡയമീറ്റർ ആയതുകൊണ്ട്. P എത്ര ഡിഗ്രിയാ? ഇവിടെ 90 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? 90 ഡിഗ്രി. അങ്ങനെയല്ലേ നമ്മുടെ ഫിഗർ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ P ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് എന്തായിരിക്കും? P എന്ന് പറയുന്നത് സർക്കിളിലുള്ള പോയിന്റ് ആയിരിക്കും. ക്ലിയർ? Then last question. Prove that the circles drawn with the sides of the quadrilateral with perpendicular diagonals will meet at a common point. നോക്കിക്കേ, prove that, പ്രൂവ് ചെയ്യാനാണ്. The circles drawn with the sides of a quadrilateral with perpendicular diagonals will meet a common point. എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡ്സും ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾസ് വരച്ചു കഴിഞ്ഞാൽ എത്ര സർക്കിൾസ് കിട്ടും? 4 സർക്കിൾസ് കിട്ടും. ആ 4 സർക്കിൾസും ഒരു പോയിന്റിലാണോ ഇന്റർസെക്ട് ചെയ്യുന്നത്?
ആ ക്വാഡ്രിലാറ്ററലിന് പ്രത്യേകതയുണ്ട്. ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്റർ. ദാറ്റ് മീൻസ് നമ്മുടെ ഫിഗർ പോലെ ആണല്ലോ. അപ്പോൾ ഈ ഫിഗറിനകത്ത് നമ്മുടെ ബിയും സിയും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ബിയും സിയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ ബിയും ഡിയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുക അല്ലെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എ സി ബി ഡി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടി അല്ലെ. എങ്ങനത്തെ ക്വാഡ്രിലാറ്ററൽ? എ ബി സി ഡി രണ്ട് ഡയഗണൽസും പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടി. അപ്പോൾ തന്നിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലത്തെ ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിന്റെ സൈഡ്സ് ഡയമീറ്റർ ആക്കിക്കൊണ്ട് വരയ്ക്കുന്ന സർക്കിള് പിയിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതാണ് നോക്കേണ്ടത് അല്ലെ. ഇവിടെ നമുക്കറിയാം എ സി ഡയമീറ്റർ ആക്കി വരച്ചാൽ പി ഉണ്ടാവും, എ ഡി ഡയമീറ്റർ ആക്കി വരച്ചാലും പി ഉണ്ടാവും. കാരണം പിയുടെ അവിടെ 90 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെയും എത്ര ഡിഗ്രി വെച്ചിട്ടാണ്? 90 ഡിഗ്രി. Therefore ബി ഡി ഡയമീറ്റർ ആക്കി സർക്കിൾ വരച്ചാലും ബി സി ഡയമീറ്റർ ആക്കി സർക്കിൾ വരച്ചാലും പി എവിടെ ഉണ്ടാവും? സർക്കിളിൽ ഉണ്ടാകും. Therefore പി ഈസ് എ കോമൺ പോയിന്റ് വിത്ത് ഓൾ ദ സർക്കിൾസ്. ക്ലിയർ? അപ്പോൾ ഇതിന്റെ പ്രൂഫും ഈ കാര്യങ്ങൾ എടുത്ത് എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? സിമിലർലി ആയിട്ട് ഈ രണ്ട് കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ആ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ പ്രൂഫും ആവും. ക്ലിയർ ആണല്ലോ? 2018ലും 2019ലും സർക്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. താങ്ക് യു.